അയ്യോ വണക്കം. വെറുതെ ചുമ്മാ ഇരുന്നവൻ്റെ ആസനത്തിൽ ചുണ്ണാമ്പിട്ടു എന്ന് പറഞ്ഞതുപോലെയാണ് ശ്രീജിത്ത് പണിക്കരുടെ അടുത്ത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ റോഷിപ്പാഴ് പിടിക്കാൻ പോയ സാഹചര്യം എന്ന് പറയുന്നത്. റോഷിപ്പാഴ് അങ്ങനെ മൽപ്പിടുത്തം പിടിക്കാൻ പോയ ഈ സാഹചര്യത്തിൽ ശ്രീജിത്ത് പണിക്കർ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. റിപ്പോർട്ടർ TV ഒന്നാമത് നാണം കെട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വസ്തുതയാണ്. ആൻഡ്രു അഗസ്റ്റിൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോസ്റ്റുകളുമായിട്ട് വരും. ഇനിയും എൻ്റെ അടുത്ത് കളിക്കരുത്, കളിച്ചാൽ കുത്ത് കുത്ത് കുത്ത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര മാത്രമേ ഉള്ളൂ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും റോഷിപ്പാഴ് തേഞ്ഞൊട്ടിയ ആ ഒരു സാഹചര്യത്തിൽ ശ്രീജിത്ത് പണിക്കർ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ആൻഡ്രു അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നു കൊണ്ട് ഞാൻ 10 ചോദ്യം ചോദിക്കും, ആ 10 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി രൂപ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കൂ, ആ ചോദ്യത്തിന് ഉത്തരം തന്നു കഴിഞ്ഞാൽ 2 കോടി രൂപ അങ്ങോട്ട് തരാം എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ളൊരു പോസ്റ്റാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ആരോപണ വിധേയനായ ഒരാൾ തനിക്കെതിരെ ഉയരുന്ന നിരവധി ചോദ്യങ്ങളിൽ നിന്നും സ്വന്തം സൗകര്യം പോലെ ഏതാനും ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു തന്ത്രമാണ്. ഈ വിഷയത്തിൽ ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. ആ ചോദ്യങ്ങൾ ചോദിച്ചവർ അതിന് മറുപടി പറയട്ടെ, പക്ഷേ ആ ചോദ്യങ്ങൾ മാത്രമേ ഈ വിഷയത്തിൽ ഉയർന്നിട്ടുള്ളൂവെന്ന് ആരോപണ വിധേയനാണോ തീരുമാനിക്കുന്നത് എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. ആരോപണ വിധേയനും റോഷിപ്പാഴ് ആദിയായ സ്തുതിപാഠകരും അവഗണിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ളൊരു കഥ ഞാൻ പറഞ്ഞു തരാം എന്നാണ് പണിക്കർ പറയുന്നത്. KKA രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ് ലമോദി. അവിടുത്തെ പ്രധാന വ്യവസായിയാണ് ലദാനി. ലമോദിക്ക് മുന്നിൽ ആരോ ഒരാൾ ഒരു ആശയം അവതരിപ്പിക്കുന്നു, നമുക്ക് റൊണാൾഡോയെ രാജ്യത്ത് കൊണ്ടുവരാം. ലമോദി നിർദ്ദേശം സ്വീകരിക്കുന്നു. എന്നിട്ട് അത് കൊണ്ടുവന്നവനെ നൈസായി ഒഴിവാക്കുന്നു. എന്നിട്ട് ലദാനിയെ വിളിച്ച് ഈ പരിപാടി നീ ചെയ്താലേ ഭംഗിയാവൂ എന്ന് പറയുന്നു. ഇതിനായി ധന നിയമ മന്ത്രാലയങ്ങളുടെ ഉപദേശം ലമോദി വേണ്ടെന്ന് വച്ചു. ലദാനി മുൻപ് ഫലരാജഭൂഷഭാഷിണി തട്ടിപ്പും രാജവൃക്ഷ ഛേദന തട്ടിപ്പും നടത്തിയ ആളാണെന്നും ആളെ നമ്പരുതെന്നും രാജ്യത്തെ ചാരന്മാർ ലമോദിയെ അറിയിക്കുന്നു. ലമോദി ആ മുന്നറിയിപ്പ് അവഗണിക്കുന്നു. നിങ്ങൾക്ക് അതൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ലമോദി മുമ്പ് ഫലരാജ ദൂരഭാഷിണി തട്ടിപ്പ്. ഫലരാജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫലങ്ങളുടെ രാജൻ, മാംഗോ അഥവാ മാങ്ങ. ദൂരഭാഷിണി എന്ന് പറഞ്ഞാൽ ഫോൺ, അതായത് മാംഗോ ഫോൺ തട്ടിപ്പും രാജവൃക്ഷ ഛേദന വെട്ടിപ്പും, അതായത് മരം മുറി, ഇതും നടത്തിയിട്ടുണ്ടെന്ന് ഈ ലമോദിയോട് പല ആൾക്കാരും പറയുന്നു. അതുകൊണ്ട് ഈ പഞ്ഞ ഫ്രോഡ് അലവലാതി തെണ്ടിച്ചറ്റ ആഭാസ അട്ടാസം തെമ്പോളനെ അടുപ്പിക്കരുത് എന്നും അത് ഞാൻ പറഞ്ഞാണ് കേട്ടോ ഈ ലമോദിയുടെ ഉപദേഷ്ടകർ പറയുന്നു. അങ്ങനെ ലമോദി എന്ത് ചെയ്യുന്നു? അത് തിരസ്കരിക്കുന്നു. ശേഷം പോർച്ചുഗൽ ഫുട്ബോൾ അധികൃതരോട് ചർച്ച നടത്താനെന്ന് പറഞ്ഞ് ലമോദി നേരിട്ട് പോർച്ചുഗലിൽ പോകുന്നു. തുടർന്ന് ലദാനി പോർച്ചുഗൽ ഫുട്ബോൾ അസോസിയേഷനുമായി കരാറിൽ ഏർപ്പെടുന്നു. കരാറിൽ ലമോദിയുടെ രാജ്യം പാർട്ടിയല്ല, രാജ്യത്തിന് ലാഭവും നഷ്ടവുമില്ല. കരാറിൽ തൻ്റെ രാജ്യത്തിന് പങ്കില്ലെന്ന് ലമോദി തൻ്റെ ദർബാറിൽ പ്രഖ്യാപിക്കുന്നു. പരിപാടി നടന്നാൽ ലാഭം കൂടുതലും ലദാനിക്ക്, പിന്നെ പോർച്ചുഗൽ ഫുട്ബോൾ അസോസിയേഷനും. പക്ഷേ ലമോദിയുടെ രാജ്യത്തിലെ ഔദ്യോഗിക സംവിധാനങ്ങളായ ദേശീയപാത മുതൽ സൈന്യത്തെ വരെ മത്സര ഒരുക്കത്തിനായി സൗകര്യം പോലെ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് ലദാനി പോർച്ചുഗൽ ഫുട്ബോൾ അധികൃതർക്ക് കത്തയക്കുന്നു. കത്തിൻ്റെ കോപ്പി ലമോദിക്കും വയ്ക്കുന്നു. റൊണാൾഡോയെ കൊണ്ടുവരാനുള്ള പണമടയ്ക്കാൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ ലദാനി ലമോദിയോട് ആവശ്യപ്പെടുന്നു. ലമോദി മുൻകൈയെടുത്ത് അതിനുള്ള അനുമതി നൽകുന്നു. ലദാനിയുടെ കയ്യിൽ ഇത്ര പണം എവിടെ നിന്ന് വന്നുവെന്ന് ലമോദി അന്വേഷിക്കുന്നില്ല. ലമോദിയുടെ കത്തുകളിൽ അയാളുടെ നാട്ടിലെ ഒരു സ്വകാര്യ ഗുരുകുലത്തിലെ ഏതോ അധ്യാപികയ്ക്ക് ഒരു കാരണവുമില്ലാതെ കോപ്പി വയ്ക്കുന്നു. പറഞ്ഞ സമയത്ത് മൊത്തം പണം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പോർച്ചുഗൽ ഫുട്ബോൾ അസോസിയേഷൻ ലമോദിക്ക് പിഴയിടുന്നു. ഉടൻ ലമോദി പോർച്ചുഗലിലെ തൻ്റെ സ്ഥാനപതിക്ക് കത്തെഴുതുന്നു. സ്ഥാനപതി പോയി അസോസിയേഷനോട് സംസാരിച്ച് ആ പിഴ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. റൊണാൾഡോയും ടീമും രാജ്യത്ത് വരുമെന്ന് ഒരു ഉറപ്പും കിട്ടിയില്ലെങ്കിലും അവർ വരുമെന്ന് ലമോദി തൻ്റെ ദർബാറിൽ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ലമോദിയുടെ ചങ്ങാതിയും സാമന്ത രാജാവുമായിട്ടുള്ള ലവേന്ദുവിൻ്റെ നാട്ടിലെ ഉപ്പുകായൽ എന്ന പേരുള്ള കളിസ്ഥലത്തിൻ്റെ നിക്ഷേപത്തുകയും വാടകയും ചുങ്കവുമെല്ലാം ഒഴിവാക്കി കളിസ്ഥലം ലദാനിക്ക് വിട്ടുകൊടുക്കാൻ ലവേന്ദുവിനോട് പറയുന്നു. ലദാനി അവിടെ ചെന്ന് കുറച്ച് പുല്ല് നടുന്നു, കസേര വയ്ക്കുന്നു, പെയിൻ്റ് അടിക്കുന്നു, ആരാൻ്റെ കാശിന് കുറേ ലൈറ്റും വയ്ക്കുന്നു. ചൈത്രമാസത്തിലെ വിൻഡോയിൽ നിന്നും ശ്രാവണ മാസത്തിലെ വിൻഡോയിലേക്കും അവസാനം
അവസാനം റൊണാൾഡോയും വന്നില്ല, പോർച്ചുഗലും വന്നില്ല, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. ഉടൻ കോപാകുലനായിട്ടുള്ള ലമോദി താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണ് എന്നും പറഞ്ഞ് പോർച്ചുഗൽ ഫുട്ബോൾ അധികൃതർക്ക് കത്തയക്കുന്നു. കരാറിൽ തൻ്റെ രാജ്യത്തിന് പങ്കില്ലെങ്കിലും അതുണ്ടെന്ന മട്ടിലാണ് ലമോദി കത്തെഴുതുന്നത്. അവസാനം അടുത്ത ഫാൽഗുന മാസത്തിലെ വിൻഡോയിൽ കളി നടക്കുമെന്ന് പറഞ്ഞ് ലദാനി പരിപാടി അവസാനിപ്പിക്കുന്നു. ഇവിടെ പ്രാഥമിക ചോദ്യങ്ങൾ ഇവയാണ്. 1. ലമോദി എങ്ങനെ ലദാനിയെ തിരഞ്ഞെടുത്തു? 2. തൻ്റെ രാജ്യം ഈ കരാറിൽ ഇല്ലെന്നിരിക്കെ ലമോദി ഈ ഇടപാടിൽ അമിത താല്പര്യം കാണിക്കുകയും തൻ്റെ രാജ്യവും ഇതിലുണ്ടെന്ന് നടിക്കുകയും ചെയ്തു. 3. ലമോദി എന്തിന് വിവിധ മന്ത്രാലയങ്ങളുടെ ഉപദേശം ഒഴിവാക്കുകയും ലദാനിക്കെതിരായ ചാരന്മാരുടെ മുന്നറിയിപ്പ് പൂഴ്ത്തുകയും ചെയ്തു. 4. ലമോദി എന്തിന് പോർച്ചുഗലിൽ പോയി? 5. രാജ്യത്തെ ഔദ്യോഗിക സംവിധാനങ്ങളെ ഉപയോഗിക്കുമെന്ന് ലദാനി പറഞ്ഞിട്ടും ലമോദി എന്തിന് മൗനിയായി? 6. ലമോദി എന്തിന് ലദാനിക്ക് വേണ്ടി നാട്ടുരാജാക്കന്മാർക്കും വിദേശ സ്ഥാനപതിക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു? ഇനി 7. ലമോദി എന്തിന് ലദാനിക്ക് വേണ്ടി ചട്ടങ്ങൾ ഒഴിവാക്കി? ഇനി 8. കരാറിലില്ലാത്ത ലമോദി എന്തിന് പോർച്ചുഗൽ ഫുട്ബോൾ അധികൃതർക്ക് കത്തയച്ചു, കരാറിലില്ലാത്തവർക്ക് കോപ്പി വച്ചു? ഇനി 9. ലദാനിക്ക് ഇത്ര പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ലമോദി എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഇനി 10. ലദാനിക്ക് ലാഭമുണ്ടാകാൻ, രാജ്യത്തിന് ലാഭമില്ലാത്ത പദ്ധതി നടപ്പിലാക്കാൻ ലമോദി എന്തിനു ശ്രമിച്ചു? ഇങ്ങനെ 10 ചോദ്യങ്ങൾ. ഇതിൻ്റെ ഉത്തരങ്ങളെ തുടർന്ന് അനുബന്ധ ചോദ്യങ്ങൾ വേറെയും ഉണ്ടാകും. സംഗതി ലമോദിയും ലദാനിയും തമ്മിലാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നവർ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർ അതിനെ ചങ്ങാത്ത മുതലാളിത്തം എന്ന് വിളിക്കും. അവർ തമ്മിലല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ആരോപണ വിധേയനൊപ്പം തൊഴിലെടുത്ത ചരിത്രമുള്ള നമ്മുടെ നാട്ടിലെ ചില മാധ്യമ സിംഹങ്ങൾ വാലും ചുരുട്ടി മിണ്ടാതിരിക്കുന്നത് പോലെ, മാസപ്പടി കേസിനെ ഒരു GST കേസായി കണ്ടതുപോലെ ഇതിനെയും ഒരു GST കേസായി കാണുന്നത് മണ്ടത്തരമാണ്. GST അല്ല ഇതിലെ വിഷയം, അതിനേക്കാൾ വലുത് പലതുണ്ട് എന്ന് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തെളിയിക്കും. മാധ്യമ മുതലാളിയുടെ ചാനൽ സ്റ്റുഡിയോയിൽ വന്ന് മുതലാളിയോട് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് കേട്ടോ. ആദ്യം നിങ്ങൾ എനിക്കുള്ള ആ ബഹിഷ്കരണം എടുത്തു കളയണം, സ്ഥിരമായി വേണ്ട. ഈ വിഷയത്തിൽ മാത്രം മതി, നമുക്ക് നോക്കാമെന്നേ. പരിപാടി നടത്തുന്നവർക്ക് നല്ല ലാഭമുണ്ടാക്കാവുന്ന ഈ സ്കീമിലേക്ക് ലമോദി ലദാനിയെ തിരഞ്ഞെടുത്തതിൻ്റെ സുതാര്യത തെളിയിക്കുന്ന ടെൻഡർ കിട്ടിയാൽ എൻ്റെ 2 കോടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പോസ്റ്റിൻ്റെ ചിത്രത്തിന് പോസ്റ്റുമായി ബന്ധമൊന്നുമില്ല എന്നാണ് ശ്രീജിത്ത് പണിക്കർ. ഇതാണ് ശ്രീജിത്ത് പണിക്കർ ഇട്ടിരിക്കുന്ന പോസ്റ്റിലെ ചിത്രം. ഞാൻ വേണമെങ്കിൽ ആ ചിത്രം ഒന്ന് കാണിച്ചു തരാം. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല. എന്തായാലും ഈ ചിത്രത്തിനും ഈ പോസ്റ്റുമായി ഒരു ബന്ധവുമില്ല. ഇത് തീർത്തും സാങ്കല്പികമായിട്ടുള്ളൊരു പോസ്റ്റാണ്. ശ്രീജിത്ത് പണിക്കർ അങ്ങനെ ഇരുന്നപ്പോൾ ശ്രീജിത്ത് പണിക്കർക്ക് ഒരു വെളിപാടുണ്ടായിട്ട പോസ്റ്റാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നേരത്തെ സാങ്കല്പിക ലോകമായിട്ടുള്ള ക്യൂബളം എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അധമനും ഏറ്റവും വൃത്തികെട്ടവനും കഴിവുകെട്ട നാറിയുമായിട്ടുള്ള റോഷി പാഴ് എന്ന് പറയുന്ന സാങ്കല്പികമായിട്ടുള്ളൊരു കഥാപാത്രത്തിനെ കുറിച്ച് ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് ഇട്ടു. ഇപ്പോൾ ലമോദിയും ലദാനിയും തമ്മിലുള്ള ഒരു കഥയാണ് ശ്രീജിത്ത് പണിക്കർ പോസ്റ്റായിട്ടിരിക്കുന്നത്. ഈ ലദാനി എന്ന് പറയുന്ന ഈ സാങ്കല്പികമായിട്ടുള്ള ഒരു ബിസിനസ്മാൻ, ഈ സാങ്കല്പികമായിട്ടുള്ള വെറും ആഭാസ അട്ടാസം തെമ്പോളൻ, ഇങ്ങനെയുള്ളൊരു ബിസിനസ്മാൻ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കരാറിൽ ഏർപ്പെടുമ്പോൾ ലമോദി അന്വേഷിച്ചില്ല? ലമോദി ആരുടെ പൈസയ്ക്കാണ് പോർച്ചുഗലിൽ പോയി പുട്ടടിച്ചത് എന്നൊക്കെയുള്ളതാണ് ശ്രീജിത്ത് പണിക്കരുടെ ചോദ്യം. എന്തായാലും നല്ലൊരു കഥയാണ് എന്നാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ഈ കഥ വെറും സാങ്കല്പികമാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും, അതായത് നിങ്ങളുടെ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ് എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ശരി.